ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 5-ാം വാക്യം. മനുഷ്യന്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. പലരും കൂടി അങ്ങയെ സ്തുതിച്ചാനന്ദിക്കുവാൻ ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾക്ക് നന്ദി പറയുന്ന കർത്താവെ, ഈ വചനം പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന വചനം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് ഞങ്ങളുടെ ഒരു ദിവസം കൂടി ഞങ്ങൾ തുടങ്ങുകയാണ് കർത്താവെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനം എൻ്റെ കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വചനമാണ്. വീണുപോയേക്കാവുന്ന പല സന്ദർഭങ്ങളിലും ഈ വചനം ആവർത്തിച്ച് ചൊല്ലിയും ആവർത്തിച്ച് എഴുതിയും വിജയം ഞങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട്. നിർണായകമായ പല പ്രതിസന്ധി ഘട്ടത്തിലും ഈ വചനം രക്ഷയ്ക്കെത്തിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ സമയത്ത് എൻ്റെ മക്കൾ എന്നോട് പറയും, അമ്മയെ പ്രാർത്ഥിക്കണേ എന്ന്. അപ്പോൾ ഞാൻ പറയും, എൻ്റെ മക്കളെ, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്, അമ്മയോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതിക്കോളൂ എന്ന് പറയും. എന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഈ വചനം പറയണം, മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. എന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പരീക്ഷ എഴുതിക്കോ, നിങ്ങൾക്ക് നല്ല വിജയം കർത്താവ് നൽകും. ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ ഈ വാക്ക് പാഴായി പോയിട്ടില്ല. കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാനിവിടെ ഇരുന്ന വചനം ആവർത്തിച്ച് എഴുതും. എനിക്ക് പറ്റുന്ന അത്രയും സമയം ഞാൻ എഴുതും. അത് ആ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും. അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണോ, നമുക്ക് പേടിയുണ്ടോ, എൻ്റെ കർത്താവ് ഇത് ചെയ്താൽ എങ്ങനെയാകും, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഞാനിത് വിജയിക്കുമോ, ഞാനിതിൽ പരാജയപ്പെടുമോ, ഞാൻ എന്ത് ചെയ്യും എന്നൊരു ചിന്താശങ്ക അവിടെയുണ്ടോ? നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കൂ. ഈ വചനം ആവർത്തിച്ച് പറയൂ, മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്, അവൻ എനിക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. അങ്ങനെയുള്ളൊരു കർത്താവ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടത്, എന്തിനാണ് ഭയപ്പെടേണ്ടത്? പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്, കാര്യമറിയാതെ വിമർശിക്കുന്നവരും. എന്നാൽ ഈ ഒരു വചനം നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലി നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ്. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവെ, അവരെ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യമങ്ങളിൽ അവർക്ക് വിജയം നൽകണമേ. നീയാണ് അവരുടെ രക്ഷ, നീയാണ് വിജയത്തിൻ്റെ ശില്പി, നീയാണ് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ടത് എന്ന്. പഴയ നിയമത്തിലെ ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തതായി നമുക്കറിയാം. നമ്മുടെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കണം. ഉണങ്ങി വരേണ്ട ഭൂമി പോലെ നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ ദാഹിച്ചിരിക്കണം. നമ്മുടെ അധരങ്ങൾ എപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൽ മാത്രമാണ് നമുക്ക് ആശ്വാസവും രക്ഷയുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വായിച്ചിട്ടില്ലേ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കുമെന്ന്. അതുപോലെ മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന വാക്യം നാം ഉറച്ചു വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറക്കി വിനീതരെ ഉയർത്തിയ കർത്താവ് നമുക്ക് വേണ്ടി എത്രമാത്രം പ്രവർത്തിക്കും. നമ്മൾ അവിടുത്തെ കരുണയിൽ, അവിടുത്തെ കരങ്ങളിൽ ആശ്രയം തേടിയാൽ നമുക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുകയില്ലേ? നാം പിന്നെ എന്തിനെയാണ് ഭയപ്പെടേണ്ടത്, എന്തിനെയാണ് നാം പേടിക്കേണ്ടത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ വചനം ആവർത്തിച്ച് ചൊല്ലുക. നമ്മുടെ ഏത് പ്രവൃത്തികൾക്കിറങ്ങും മുൻപ് ഈ വചനം ചൊല്ലിയിട്ടിറങ്ങുക. മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. വിജയം സുനിശ്ചിതമാണ്. കർത്താവ് നമ്മളെ വിജയം നൽകി അനുഗ്രഹിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രമിക്കണേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.